Meet the editors. ചോദ്യമിതാവുകയാണ്, കേരളം ഭയക്കണോ? കേസിൽ അടുത്തിടെ വന്ന 2-3 വാർത്തകൾ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു. ഇന്ന് തന്നെ നമ്മുടെ വാർത്തയിൽ ഇടം പിടിച്ച 2 പ്രധാനപ്പെട്ട വാർത്തകൾ. ഒന്ന്, ഒരു 12 വയസ്സുകാരൻ്റെ കണ്ണിൽ മുളക് വെള്ളമൊഴിച്ച് നഖത്തിൽ ഈർക്കിൽ കയറ്റിയത് അച്ഛൻ്റെ ബന്ധുക്കളാണ്. മറ്റൊരിടത്ത് 19 വയസ്സുകാരൻ്റെ ജനനേന്ദ്രിയം തകർത്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത സഹപാഠികളാണ്. ആലപ്പുഴയിൽ കരുവാറ്റയിൽ നിന്ന് വന്നത് 13 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയാകാത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തങ്ങളുടെ ഒരു ഉറ്റ ബന്ധുവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ആ പെൺകുട്ടിയാണ് എന്നാണ് ഇതുവരെയും പോലീസിൻ്റെ ഭാഷ്യം. ആ കുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭയക്കേണ്ട സമയമാണോ ഇത്? ഉറപ്പായും നമ്മൾ ഭയപ്പെടേണ്ട സമയമാണ്. ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം, ലോകം ഒക്കെ കടന്നു പോകുന്നത്. ഇന്ന് അമേരിക്കയിൽ ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിചാരണ നടക്കുകയാണ്. ഫേസ്ബുക്കിനെതിരെയാണ് കേസ്. എന്താണ് കേസ്? യുവാക്കളെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അവരെ ആകർഷിക്കുകയും അവരിലൂടെ ഡാറ്റ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസുകൾ, അവരെ സോഷ്യൽ മീഡിയകളുടെ അടിമകളാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസിൽ അമേരിക്കയിൽ നിന്ന് ഹിയറിംഗ് നടക്കുകയാണ് ഈ കേസിൽ. അപ്പോൾ ലോകം മുഴുവൻ, ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ ലോകം മുഴുവൻ വലിയ അമ്പരപ്പിലും വലിയ ആശങ്കയിലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങൾ തന്നെ, ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ 13 വയസ്സുകാരി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് മുത്തച്ഛനെ, 65 വയസ്സുള്ള മുത്തച്ഛനെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ ഒരു കൊട്ടേഷൻ നീക്കത്തിലൂടെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ വളരെ ഞെട്ടലോടെ കണ്ട ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം ഇടുക്കിയിൽ 2 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തിൽ മകൻ രക്ഷിതാക്കളെ കൊലപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഒരു സംഭവം ഇന്ന്, ഞാൻ പറയുന്നത് ഈ കൊലപാതകമല്ല എങ്കിൽ പോലും, കോഴിക്കോട്ട് ബൈപ്പാസിൽ ഒരു 18 വയസ്സുകാരൻ ചോര വാർന്ന് 20 മിനിറ്റ് സമയം റോഡിൽ കിടന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ 18 വയസ്സുകാരൻ വിദ്യാർത്ഥി മരിച്ചുപോയി. അപ്പം നമ്മളിവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു നമ്മുടെ മാനസികാവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യൻ്റെ മൂല്യബോധത്തിൽ ഒക്കെ തന്നെ എന്തൊക്കെയോ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കവി എ അയ്യപ്പൻ പറഞ്ഞതുപോലെ, ഈ കാറപകടത്തിൽ മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ഞാൻ നിൽക്കെ, അപ്പോഴും അപകടത്തിൽ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ പോലെ. അന്ന് അയ്യപ്പൻ അത് പാടിയത് വിശപ്പിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഈ ഒരു വരികൾ നമുക്ക് പല സാഹചര്യത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ യുവതലമുറ, അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അവരുടെ ഒരു വളർച്ചാ ഘട്ടം എന്ന് പറയുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു മൊബൈൽ ഫോൺ, അതായത് അവർ ഇൻസെൻസിറ്റീവാണ് നമ്മുടെ യുവതലമുറയിൽ ഭൂരിഭാഗം പേരും. അവരൊന്നും ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ മാറുന്നു. ഭൂരിഭാഗം പേരും, എല്ലാവരുമല്ല, ഭൂരിഭാഗം പേരും അങ്ങനെ മാറുന്നു എന്ന് നമുക്ക് തോന്നാം. ലോകം ഇത് അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർ ആശങ്കപ്പെടുന്നില്ല. ഒരുപക്ഷെ അതിനേക്കാൾ അവർ ആശങ്കപ്പെടുന്നത് വൈഫൈ കട്ടാവുന്നതും ഈ പറഞ്ഞ പോലെ റിമോട്ട് കേടാവുന്നതുമാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് അവർ ആ നിലയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഒരു പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഈ ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ടല്ലോ, ഓൺലൈൻ ഗെയിമിംഗ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. ഒരു വർഷം 14,000 കോടി രൂപയാണ് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ
കേന്ദ്ര സർക്കാരിന്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നികുതിയായി കിട്ടുന്നത്. നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ഈ ഓൺലൈൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അതിലാണല്ലോ ഭയങ്കര അഡിക്ഷനായിട്ട് ഈ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ മൊബൈൽ ഫോൺ വേണ്ടത്. ഇപ്പോൾ ഈ 13 വയസ്സുകാരിയായ പെൺകുട്ടി അവരുടെ മുത്തച്ഛനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘത്തെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പം ഒരു മൊബൈൽ ഫോണാണ്, ഒരു ഗാഡ്ജറ്റാണ് ഇവർക്കൊക്കെ വേണ്ടത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ കുട്ടികൾ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അവരെ എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം അട്രാക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെയൊക്കെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നതുകൂടി നമ്മളിവിടെ കണക്കാക്കണം. അപ്പോൾ വളരെ ഇൻസെൻസിറ്റീവായ മൂല്യബോധമില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ കുട്ടികൾ മാറുന്നത് തീർച്ചയായും ഗൗരവമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്. അമ്പരപ്പോടെയാണ് നമ്മൾ ഈ സാഹചര്യത്തെയൊക്കെ തന്നെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തൊടുപുഴയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവം 18-ാം തീയതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ട് ഓഗസ്റ്റ് 17-ാം തീയതി മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗാഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ യഥേഷ്ടം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഈ കൊലപാതകങ്ങളിലൊക്കെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ, ഇപ്പം നേരത്തെ സഹപാഠിയായ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം അടിച്ച് തകർത്തു എന്ന് പറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ അതുകൂടി വലിയ ഗുരുതരമായ സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ പ്രഖ്യാപിച്ച് വലിയ അറസ്റ്റും ഒക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത്രത്തോളം ആഴത്തിലെത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ണികൾ പൊട്ടിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ കണ്ണികൾ ചേർന്ന് വരുന്ന സാഹചര്യമുണ്ട്. ഇതൊരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം. പണ്ടൊക്കെയാണെങ്കിൽ കഞ്ചാവ് കടത്താണെങ്കിൽ ഇന്ന് MDMA കടത്താണ്. ഇന്ന് വളരെ സുലഭമായി തന്നെ വിദ്യാർത്ഥി തലം മുതലൊക്കെ തന്നെ ഇത് വളരെ സുലഭമായി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാതെ കൂടുതൽ ഗൗരവമായി ഇതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കുട്ടികളെ ഇത്തരമൊരു ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുക, എങ്ങനെയാണ് കൂടുതൽ സെൻസിറ്റീവായ ഒരു മൂല്യബോധമുള്ള ഒരു തലമുറയായി ഇവരെ വാർത്തെടുക്കാൻ കഴിയുക. നമ്മൾ CJP സമരത്തെയൊക്കെ തന്നെ അഭിമാനത്തോടെ പറയും. പക്ഷേ ഈ CJP സമരത്തെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴാണ് അതേ അവർക്കൊപ്പം നിൽക്കുന്ന തലമുറയിലെ കുട്ടികൾ തന്നെയാണ് വലിയ അപകടത്തിലേക്ക് കൂടി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കേരളം ഭയക്കണോ എന്നാണ് ചോദ്യം. സ്മൃതി, ഒട്ടേറെ വാർത്തകൾ ഒരുമിച്ച് വരുന്നു. അതിൽ നമ്മളെ മനസാക്ഷി പിടിച്ചുലച്ചത് ഈ 13 വയസ്സുകാരി കൊട്ടേഷൻ നൽകിയ ഒരു കൊലപാതകത്തിന് എന്നുള്ളതാണ്. അതും സഹപാഠികൾ, അവരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നതാണ്. കേരളം ഭയക്കണം. കേരളം ഭയക്കണം. ഒരു 13-കാരി എങ്ങനെ ചെയ്യുന്നു, 13-കാരിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നാണല്ലോ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ഈ 13-കാരി ഈ 13 വർഷം എങ്ങനെ ജീവിച്ചു എന്ന് സമൂഹം പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടാണ് ഞാൻ കരുതുകയാണ്. കാരണം ഈ 13 വർഷത്തിനിടയ്ക്ക് ആ കുട്ടി അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അഭയം തേടി ഓടുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്വന്തമായി വീടില്ല, അമ്മ 2 വിവാഹം കഴിച്ചു, 2ാമത്തെ വിവാഹം കഴിഞ്ഞ ശേഷം അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആ കുട്ടിക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പെൺകുട്ടിയുടെ ഒരു മൊഴി, ആ വിവരം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിർവികാരയായി പ്രതികരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കരച്ചിലിൻ്റെ വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതുകൂടി നമ്മൾ പരിശോധിച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു 13-കാരി ഒരു കൊലപാതകിയായി, ഒരു ക്രിമിനലായി കൊട്ടേഷൻ സംഘത്തെ വിളിച്ച് ഒരു കൊലപാതകം നടത്തി എന്ന് പറയുമ്പോൾ അതിലേക്ക് അവൾ എങ്ങനെ എത്തി എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല ബന്ധുവീടുകളിലായി പെൺകുട്ടി താമസിക്കുന്നു. അങ്ങനെ പല ബന്ധുവീടുകളിലായി താമസിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുന്നു. ഷെൽട്ടർ ഹോമിൽ നിന്നും പിന്നീട് വീണ്ടും ഈ ബന്ധുവീട്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മുത്തച്ഛനാണ്, അമ്മയുടെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ അച്ഛനും അമ്മമ്മയും മുത്തശ്ശനുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ മുത്തശ്ശനെ കൊലപ്പെടുത്താനുള്ള കാരണം ആവശ്യങ്ങൾ ഒന്നും നിവർത്തിച്ചു തരുന്നില്ല എന്നാണ് പറയുന്നത്. അവരുടെ ഒരു വളരെ സാധാരണ ജീവിത പശ്ചാത്തലമാണ്. ഈ മുത്തശ്ശി ഒരു വീട്ടുജോലിക്കാരിയാണ്. ഈ മുത്തശ്ശനും കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹം ജോലിക്കും പോയിരുന്നില്ല എന്ന്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ആ രൂപത്തിൽ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഷെൽട്ടർ ഹോമിലേക്ക് പോയ ശേഷം ഈ സ്കൂളിൽ ഈ കുട്ടി വളരെ ആരോടും അധികം സംസാരിക്കാതെ
റോഡിലൂടെ ആണെങ്കിലും തലതാഴ്ത്തി നടന്നു പോകുന്ന, മൊബൈൽ മാത്രം നോക്കി നടന്നു പോകുന്ന ഒരു പെൺകുട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂളിൽ അധ്യാപകരോട് ചിലരോടെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്ത് ഇത് പരാതിയായി രേഖപ്പെടുത്തരുത് എന്നുകൂടി പെൺകുട്ടി പറയുകയാണ്. പരാതിയായി രേഖപ്പെടുത്തരുത്, അങ്ങനെ വന്നാൽ എന്നെ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഷെൽട്ടർ ഹോമിലെ സാഹചര്യം നമ്മൾ പലപ്പോഴായി പല വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. ഷെൽട്ടർ ഹോമിൽ നിന്നും പെൺകുട്ടികൾ ഓടിപ്പോയി നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അപ്പോൾ ഈ പലതരത്തിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ അവരെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ഒരു കേന്ദ്രമാണത്. അവിടെ എത്രത്തോളം ഷെൽട്ടർ അവർക്ക് ലഭിക്കുന്നു, അവരോട് അവിടെയുള്ള അവിടെ ഈ വരുന്ന അന്തേവാസികളോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, ആ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് നല്ലവരായി പുറത്തേക്ക് എത്തുക അല്ലെങ്കിൽ നല്ല മൂല്യബോധത്തോടെ പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഏത് സർക്കാരുകൾ ഭരിക്കുമ്പോഴും അതിലേക്കൊക്കെ എത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ ഷെൽട്ടർ ഹോമിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വീടുകളിൽ അനുഭവിക്കുന്ന സാഹചര്യം. ഇനി പോലീസിനെ ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പോലീസിനെ ഒരു കുട്ടിക്കാണെങ്കിലും വീട്ടുകാർ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ചെയ്ത് അപ്പം തന്നെ പോലീസിനെ വിളിക്കാം. പോലീസ് എത്തുന്നത് രക്ഷകരായിട്ടാണ്. പോലീസ് രക്ഷകരാകുന്നു, അവിടെ പരിഹാരമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് അത്ര അങ്ങേയറ്റം വിശ്വാസം വരുന്നത് കുറച്ചുകൂടി പ്രായം തന്നെക്കാൾ ഒരു 2-3 വയസ്സ് അധികമുള്ള ആൺകുട്ടികളിലാണ് ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. ആ ആൺകുട്ടികൾ ഈ പെൺകുട്ടി പറയുന്നിടത്തേക്ക് വരികയാണ്, പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വരികയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വിശ്വാസം ഈ പറയുന്ന യുവാക്കളെയാണ്. അവർ ലഹരിക്കടിമകളായിരുന്നു, അവരുടെ ജീവിത സാഹചര്യം മോശമാണ്. പലപ്പോഴും ആ വീടുകളിലൊക്കെയാണ് ഈ കുട്ടി പോയി നിന്നതെന്ന് പറയുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, ബന്ധുവീട്ടിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വീടുകളിൽ പോയി നിന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എവിടെയും അഭയമില്ലാത്തൊരു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ അമ്മയും ഇപ്പോൾ അകന്നു എന്ന് കാണുന്നു. മുത്തശ്ശൻ ഈ പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വെച്ചു എന്ന് പറയുന്നു. പുറത്തേക്ക് ഇങ്ങനെ ആൺ സുഹൃത്തുക്കളുമായി പോകുന്നതിൽ നിയന്ത്രണം വെച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിനോടൊക്കെയുള്ള എതിർപ്പ് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു നമുക്കറിയില്ല. ഈ മറ്റ് ബാഡ് ടച്ച് ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴും ആൺകുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിലെത്രത്തോളം നമുക്ക് വിശ്വസിക്കാമെന്നുള്ളത് അറിയില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കരുതുകയാണ്. സർക്കാരുകൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾ ഏതൊക്കെ കുട്ടികൾക്ക് ഈ ലഹരിക്ക് അടിമയാകുന്നുണ്ട്, അവർക്ക് ഇത് എത്തിച്ചു വരുന്നത് ആരാണെന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമുക്കറിയാവുന്ന പോലെ എല്ലാ വീടുകളും ഓരോ തുരുത്താണ്. ഓരോ വീടിനകത്തും എന്ത് നടക്കുന്നു നമുക്കറിയില്ല. മറ്റു വീടുകളിലെ കാര്യങ്ങൾ അറിയാൻ ആരും പോകേണ്ടതുമില്ല. പക്ഷേ അതിൽ ഈ ഒരു സ്വകാര്യത എന്ന ചട്ടക്കൂടിൽ അത് നിൽക്കുകയാണ്. പക്ഷെ അതിനപ്പുറം അവിടെ നിന്ന് എന്തെങ്കിലും അനുഭവിക്കുന്നവരുണ്ടോ, ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സംവിധാനം വേണ്ടേ? അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അയൽക്കാർ തമ്മിൽ ബന്ധമില്ല, സ്നേഹമില്ല എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്നും തുടർച്ചയായി കരച്ചിൽ കേട്ടാൽ എന്തുകൊണ്ട് കരയുന്നു എന്ന് പരിശോധനയിലേക്ക് പോകണ്ടേ? അപ്പോൾ നിർവികാരത നമ്മുടെ മുഴുവൻ സമൂഹത്തെ ആകെ ബാധിച്ച വിഷയമാണ്. ഈ പറയുന്ന കുട്ടിയുടെ നിർവികാരത മാത്രമല്ല, ഇപ്പോൾ റോഡിൽ മരിച്ചുപോയ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 17 വയസ്സുള്ള കുട്ടി 20 മിനിറ്റോളം അവിടെ റോഡിൽ ചോര വാർന്ന് കിടന്നു. അപ്പോൾ അത് പരിശോധിക്കാതെ കടന്നു പോകാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹമാകെ മാറിയിരിക്കുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ആ നിലയ്ക്ക് കേരളം ഭയക്കേണ്ടതുണ്ട്. അതിൽ ലഹരിയുടെ ഉപയോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലഹരി ഉപയോഗിക്കുമ്പോഴുള്ള മനസ്സായിരിക്കില്ല ലഹരി ഇറങ്ങിക്കഴിയുമ്പോൾ എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ കൊലപാതകം നടത്താൻ നേരത്തെയും പലതവണ പദ്ധതിയിട്ടു എന്ന് പറയുന്നു, അത് പരാജയപ്പെടുകയായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഈ പയ്യന്മാർക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഈ കൊലപാതകം ഈ വൃദ്ധനെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് കൊല ചെയ്യണമെന്ന് കുട്ടി ഓർഡർ ഇടുകയാണ്. അത് യൂട്യൂബിൽ അത് ലൈവായി മൊബൈലിൽ കാണിക്കണമെന്ന് പറയുകയാണ്. ഇതിനൊക്കെ ശേഷം ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസ് ആ ഫോൺ എടുത്ത് പെൺകുട്ടിയുടെ ഫോൺ വാങ്ങുന്നു. അതിനുശേഷം ഈ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഈ മരണത്തിന് ശേഷം അതേ ദിവസം തന്നെ കുട്ടി പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് പോലീസ് ചിന്തിച്ചതും ഈ ഫോൺ വാങ്ങുന്നതും. ഈ ഫോണിലെ ചാറ്റൊന്നും ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ട് വളരെ വേഗം കാര്യങ്ങൾ പോലീസിന് ബോധ്യമാവുകയാണ്. പോലീസ് ഈ പെൺകുട്ടി എന്ന മട്ടിൽ ആ യുവാക്കളോട് ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ കേസിൻ്റെ ചുരുളഴിയുന്നതെന്നാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വിവരം. ഇനിയിപ്പോൾ ഇത്തരം കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. മൈനർ ആയാലും കേസിൻ്റെ ഗൗരവം അനുസരിച്ച് അവരെ ഒരു സീരിയസ് ഒഫൻസസ് വരുമ്പോൾ ഈ പ്രായപൂർത്തിയായ ആളുകളോട് എന്ന പോലെ തന്നെ ആ കേസ് കൈകാര്യം ചെയ്യണമെന്ന്. ശരി, അങ്ങനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതൊരു ക്രൂരമായ കൊലപാതകമാണ്, നമുക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ മാസ്റ്റർ മൈൻഡ് 13കാരിയാണെന്ന് പറയുമ്പോൾ അതിനുള്ള ശിക്ഷ ലഭിക്കുകയാണ്. ആ ശിക്ഷ ലഭിക്കുമ്പോഴും ആ ശിക്ഷയ്ക്ക് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്നവർ ആരായിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടെന്നേ, ഈ പൊതുസമൂഹത്തിനാകെയുണ്ട്. അപ്പോൾ ഈ ഒരു 13കാരി, ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ ഡിബേറ്റിൽ പങ്കെടുത്ത സൈക്കോളജിസ്റ്റ് പറയുന്നത് 12-13 വയസ്സുള്ള കുട്ടികൾ അച്ഛനെ കൊല്ലണം, അമ്മയെ കൊല്ലണം എന്നൊക്കെ ആ വാശിയോട് കൂടി പറയുകയും
അതിനായി തയ്യാറെടുപ്പ് നടത്തുക എന്ന കുട്ടികൾ നിരവധിയുണ്ടത്രേ. നമുക്കറിയില്ല, നമ്മൾ ഈ 13 കാര്യം നമ്മളെ ഞെട്ടിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഇത്തരം കേസുകൾ നിരവധി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും മദ്യമെടുത്ത് ബോട്ടിലാക്കി പോയി സ്കൂളിൽ കുടിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇത് എല്ലാ തലത്തിലും പരിശോധിക്കേണ്ടതാണ്. നമ്മൾ പരിശോധിക്കണം, നമ്മൾ മാധ്യമങ്ങൾ പരിശോധിക്കണം, വീടുകൾ പരിശോധിക്കണം, പോലീസ് സംവിധാനം പരിശോധിക്കണം, സർക്കാർ പരിശോധിക്കണം. എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ്. ഒരു 13-കാരിയെ വാക്കുകൾ കൊണ്ട് നമ്മൾ കൊല്ലുകയല്ല വേണ്ടത്. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ എങ്ങനെ സഹായിക്കാം, ഈ ശിക്ഷ കിട്ടുന്നെങ്കിൽ ശിക്ഷ കിട്ടട്ടെ, അതിനുശേഷം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് CJP ഒരു ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളുള്ള, ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള, ഏറ്റവും പക്വമായി വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം, അവരുടെ മുന്നിൽ സർക്കാരിന് പോലും ഉത്തരം മുട്ടുന്ന സാഹചര്യം നമ്മൾ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റായ കാര്യവും ഒരു മറുപാതിയിൽ നടക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കേരളം ഭയക്കണോ എന്നാണ് ചോദ്യം. മധു, ഈ സംഭവങ്ങൾ പേടിപ്പിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു പുതുതായ ഭയം ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് മുകളിൽ മാത്രമായി അടിച്ചേൽപ്പിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറ്റവാളികൾ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന മനുഷ്യർ, അങ്ങനെ നമുക്കവരെ കുറ്റവാളികൾ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കാരണം ഒരു കുറ്റത്തിന്റെ വ്യാപ്തി, അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായമോ അതിനുള്ള ഗൗരവമോ അതിനുള്ള അറിവോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സമയമാണ്. അപ്പോൾ അങ്ങനെ ഈ കുറ്റകൃത്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ ഒരു 13 വയസ്സുകാരി ഉൾപ്പെട്ടിരിക്കുന്ന ക്രൂരമായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് സംസാരിക്കേണ്ടതാണ്. അതിനുള്ളിലേക്ക് പ്രായപൂർത്തിയാക്കാത്ത മറ്റാളുകൾ വരുന്നു എന്നത് നമ്മൾ പേടിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഞാൻ പലയിടങ്ങളിൽ സംസാരിക്കാൻ പോകുമ്പോൾ ആവർത്തിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പത്തനംതിട്ടയിലെ 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വാർത്ത. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. 4 വർഷത്തോളമായി 10-60-ലേറെ മനുഷ്യന്മാർ നിരന്തരം ആ കുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടി ജീവിക്കുന്ന ഇടമാണിത്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പ്രായപരിധിയിലുള്ള ഒരു മനുഷ്യനെ അവരൊരു കുറ്റകൃത്യം ചെയ്യുന്നു എന്ന കാര്യത്തിന് മുന്നിൽ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ അവരുടെ പ്രായത്തിലോ അതിൽ കുറവോ ഉള്ളതായ എത്രയോ കുഞ്ഞുങ്ങൾ നമ്മളുടെ പൊതുവായ നിസ്സംഗത കൊണ്ട് ഇന്നും ഇപ്പോൾ ഒരു കുട്ടി 10-20 മിനിറ്റ് ഒരു വഴിയിൽ വീണ് അപകടം സംഭവിച്ച് ചോര വാർന്നു മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നിസ്സംഗത കൊണ്ട് നരകം ഭൂമിയിൽ അനുഭവിച്ച് തീർത്ത് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇനി പത്തനംതിട്ടയിലെ കേസ് പറഞ്ഞല്ലോ, 3-4 വർഷം 10-60 മനുഷ്യർ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നടന്ന റാക്കറ്റ് അതിനപ്പുറത്തുള്ള മനുഷ്യരിലേക്ക് ആ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇവരിൽ ആർക്കും ആ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചൊരു പോലീസ് സംവിധാനത്തിന് ആ വാർത്ത ചോർത്തിക്കൊടുക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് സ്കൂളിൽ നിന്ന് വന്ന കൗൺസിലിങ്ങിലാണ് ഈ വിവരം പുറത്തറിയുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നിസ്സംഗരായി പോയ, അങ്ങനെ കണ്ണടച്ചു കളയുന്ന മനുഷ്യർ കൂടിയാണ് നമ്മളെന്ന് ഓർക്കേണ്ടതുണ്ട്. പനവൂരിൽ ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ട് കുറച്ചു കാലമേ ഉള്ളൂ. ആന്തരികവും അല്ലാത്തതുമായ 91 മുറിവുകളുണ്ടായിരുന്നു ആ കുഞ്ഞ് ശരീരത്തിൽ. നിരന്തരം ആ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിലവിളികളുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഇയാൾ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള സകല മനുഷ്യർക്കും അറിയാമായിരുന്നു എന്നതാണ്. അതുപോലെ എത്രയോ കാര്യം. ഇപ്പം മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു അമ്മ ഒരു കുഞ്ഞിനെ പാലത്തിൽ നിന്ന് എറിഞ്ഞു കൊന്നുകളയുന്നു. അവസാനം ആ കേസ് എന്ന് എവിടെയാണ്? അവർക്കറിയില്ല ഈ കുഞ്ഞിനെ ദുരുപയോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നത്. അതിനവർ കണ്ടുപിടിച്ച മാർഗമായിരുന്നു അതിനെ കൊന്നുകളയുക എന്നുള്ളത്. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ അവരോട് എന്താണ് ചെയ്യുന്നത് എന്നത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക? ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ 4-5 നമ്പർ ഇട്ടിങ്ങനെ എഴുതി വെക്കും. അതിലാദ്യത്തേത് എന്താണ്? കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മുകളിൽ CCTV വെക്കുക എന്നതല്ല. അവരെങ്ങനെയാണ് പെരുമാറുക എന്ന നിലയ്ക്ക് എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിൽ ഒരു ആവറേജ് മാരേജ് പ്രായം, വിവാഹ പ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടേത് 22 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. പുരുഷന്മാരുടേത് 27 മുതൽ 29 വയസ്സാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 13-15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് 45 വയസ്സിന് താഴെയുള്ളവരാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. 45 വയസ്സിന് താഴെയുള്ള നമ്മളിൽ പലരും എങ്ങനെയാണ് നമ്മുടെ ഒഴിവ് സമയം, വീട്ടിലുള്ള ഒഴിവ് സമയം ചെലവാക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ 10-13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന താഴെ സമയം എന്ന് വെച്ചാൽ നമുക്ക് മീ ടൈം പാടില്ല എന്നുള്ളതല്ല.
അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, ഈ പറയുന്ന CCTV സംവിധാനത്തിനപ്പുറത്ത് അവരെ മനസ്സിലാക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സുഹൃത്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരെ എക്യുപ്ഡ് ആക്കാനുള്ള സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോയാൽ അതിലൊരു മര്യാദയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ ഫോൺ എടുത്ത് മാറ്റിവെക്കും. റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൗമാരക്കാരനെ ഇന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൗമാരക്കാരനെ ഒരു കാലത്തും നിയന്ത്രിക്കാൻ പറ്റിയിട്ടുമില്ല. അങ്ങനെയുള്ള കലാപങ്ങൾ ഏറെ കണ്ടിട്ടുള്ള 10-16 വയസ്സിൽ അല്ലെങ്കിൽ വേറെ ഏത് പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ റിബലാവുക? തിരിച്ചു ചോദിച്ചു തുടങ്ങുക. അമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പോയി ആകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട്. ആ സമയത്തല്ലാതെ അവരെപ്പോഴാണ് തിരിച്ചു പറയുക? അപ്പോൾ ആ തിരിച്ചു പറയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് കരുതി അവരെ അങ്ങോട്ട് കലാപത്തിന് പോവുക, അവരോട് ആക്രോശിക്കുക, അവരുടെ ഈ പറയുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള അവരുടെ സമൂഹ മാധ്യമങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കൗമാരക്കാരൻ എങ്ങനെയാണ് പ്രതികരിക്കുക? നമുക്ക് പറ്റില്ല നമ്മളെ നിയന്ത്രിക്കാൻ. അവരുടെ കൂട്ടുകാർക്കിടയിൽ അവർക്ക് ആകെയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ പിയർ ഗ്രൂപ്പ് നമ്മൾ അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അവരോട് നമ്മുടെ വഴിക്ക് വരാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. ആ പോയി പണി നോക്കാൻ പറയുന്ന രീതി പലതായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയ പ്രശ്നമാണ് കമ്മിറ്റ്മെൻറ്റ്. നോക്കൂ, ഈ ജനറേഷൻ എങ്ങനെയാണ് റിലേഷൻഷിപ്സിനെ കാണുക, എങ്ങനെയാണ് അവരതിനെ ഡിഫൈൻ ചെയ്യുക എന്നത് നമുക്കറിയാത്ത പ്രശ്നമാണ്. അവർ ഓരോന്നിനും വളരെ കൃത്യമായി അവർ നോക്കുന്നു. ഇപ്പം നമ്മൾ പറയും നമ്മുടെ കൗമാരത്തിൽ ഒന്നുകിൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, ഇതിനപ്പുറത്തേക്ക് സ്ത്രീ പുരുഷ ബന്ധമില്ല. ഇതിനപ്പുറത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ മൂന്നാമത്തേത് സുഹൃത്തുക്കൾ. ഇതിനപ്പുറത്തേക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഓരോ റിലേഷൻഷിപ്പിനും ഡെഫിനിഷൻ ഉണ്ട്. അവർ ഓരോരുത്തരെയും എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ളത്, അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെയാണ്. ആ ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ ഞങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, ഇതുവരെ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന പലതരോടും കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്ന നിർബന്ധ ബുദ്ധി അവരുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് നടക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനോ അങ്ങനെയൊന്നും നിയന്ത്രിക്കാനോ കഴിയില്ല എന്നതാണ്. ഇപ്പോൾ ഈ നോക്കൂ, രാസലഹരി നമുക്ക് മുതിർന്നവരിലുള്ള ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? മുതിർന്നവരിലേക്ക് രാസലഹരി എത്തിച്ചേരുന്ന അതേ വഴികളിലൂടെയാണ് കുഞ്ഞുങ്ങളിലേക്കും എത്തുന്നത്. മുതിർന്നവരാണ് പലപ്പോഴും അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കുക എന്നതിനപ്പുറത്ത് കുഞ്ഞുങ്ങൾ രാസലഹരി ഉപയോഗിക്കുന്നവരാണ്, അവരിലേക്ക് എത്തുന്ന സംവിധാനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. വയലൻസ്, നമ്മുടെ സിനിമകൾ എന്താണ് കൊടുക്കുന്നത്? ഓരോ സിനിമ കഴിയുമ്പോഴും ആ വയലൻസിൻ്റെ അടുത്ത എക്സ്ട്രീം എന്താണെന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ശരി, ചിലപ്പോൾ നല്ല സന്ദേശം കൊടുക്കാനുള്ള നല്ല സിനിമകളായിരിക്കും, വിപണിയിൽ വലിയ വിജയം നേടുന്നവയായിരിക്കും. പക്ഷേ ഈ വയലൻസ് കൺസ്യൂം ചെയ്യുന്ന മെൻറ്റാലിറ്റി എന്താണെന്ന് ആലോചിക്കണം. നമ്മൾ വിപണിയിൽ രാസലഹരി സുലഭമായി കിട്ടുകയും ഇത്രയും വയലൻസ് അടക്കമുള്ള സിനിമകൾ വരികയും ഈ കുട്ടി തന്നെ ഈ തലയിലേക്ക് കല്ലിട്ട് കൊല്ലാമെന്ന പ്ലോട്ട് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു സിനിമയിൽ നിന്നാണ്. ഒരു കുഞ്ഞ് ഒരു സീരിയൽ കില്ലറായി മാറുന്ന ഒരു തമിഴ് സിനിമയോ മറ്റോ കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര സിനിമകളുണ്ട്. ഈ അടുത്തിറങ്ങിയ ഒരു ബോളിവുഡ് സിനിമ സെയിം പ്ലോട്ടിലാണ് വരുന്നത്. ഇത് ഇൻസ്റ്റഗ്രാം റീലുകളായി നിരന്തരം നമ്മുടെ അടുത്തേക്ക് വരുന്ന അതേ ചാനലിലാണ് കുട്ടികളുടെയും അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് കുട്ടികൾ ഏത് ഇൻസ്റ്റഗ്രാം റീല് കാണുന്നു എന്ന് പറഞ്ഞ് നിരന്തരമായി നോക്കിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വയലൻസിൻ്റെ എമൗണ്ട് ഒക്കെയാണ്. മുമ്പാണെങ്കിൽ ഈ പറയുന്ന അണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും. ടെലിവിഷനിൽ വരില്ല, തിയേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് പ്രവേശനമുള്ള കുഞ്ഞുങ്ങളുടെ പ്രായപരിധിയുണ്ട്. കയ്യിലിരിക്കുന്ന ഫോണിൽ എന്ത് റെസ്ട്രിക്ഷനാണ് ഉള്ളത്? അപ്പോൾ ഈ അൽഗോരിതം സെറ്റ് ചെയ്യാൻ മെറ്റെ വിളിക്കുന്ന സമയത്ത് രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് ഈ വക കാര്യങ്ങൾ കൂടിയുണ്ട്. അവരുടെ അക്കൗണ്ടിൽ യൂട്യൂബിൽ ഈ പറയുന്ന പോലെ കിഡ്സ് യൂട്യൂബ് ഉണ്ട്. അവരുടെ പ്രായപരിധിക്ക് കണക്കാകുന്ന തരത്തിലുള്ള അക്കൗണ്ടുകളാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു ഉറപ്പ് സർക്കാർ അവിടെയും മാതാപിതാക്കൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനകൾ വേണം. പിന്നെ പരമാവധി കുട്ടികൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എവിടെയാണ്? സ്കൂളുകളിൽ നടക്കുന്ന കൗൺസിലിങ്ങിലാണ്. അതിന് പ്രോപ്പറായ സംവിധാനം ഉണ്ടാക്കണം. അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുക എന്നതിനപ്പുറത്ത് കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ബാധ്യതയാണ്. ട്രെയിനിങ് പോയി കഴിഞ്ഞ് മര്യാദയ്ക്ക് പോർഷൻ കവർ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ അധ്യാപകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്റേണൽ ട്രെയിനിങ് ഭീകരമായ നിലയ്ക്കാണ്, അവരുടെ വലിയ എഫോർട്ട് അതിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ഈ സൈക്കോളജിക്കലായ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന കാര്യം കൂടി അവർക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനുള്ള സമയം കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അധ്യാപകർക്ക് മറ്റ് പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവരുടെ സമയം നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു വെക്കേഷൻ സമയമാണ്.
വെക്കേഷൻ സമയത്താണ് നമ്മൾ അവരെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ചെലവാക്കാതെ അധ്യാപകർക്ക് വലിയ തോതിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്, അവരെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല എന്നതാണ്. ഈ പറയുന്ന ഇത്രയും സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഒരു അധ്യാപകനെ വിളിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായിരിക്കും, അവരെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന സമയപരിമിതി അധ്യാപകർക്കുണ്ടാവും. ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതിനപ്പുറത്ത് ഒരു കുട്ടി ഒരു ക്രൈമിൽ വരുന്ന സമയത്ത് അതുപോലെ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അമ്മ. ഈ അമ്മ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാഹനാപകടം ഒരു കുട്ടിക്കുണ്ടായി, അതിൻ്റെ അമ്മ എവിടെ എന്നാണ് ചോദിക്കുക. അച്ഛൻ എവിടെയെന്ന് ആരും ചോദിക്കണില്ല. ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി ഗേറ്റ് തുറന്ന് പോയി ഒരു അപകടം വന്ന് അതിന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു പോയി, അമ്മ എവിടെ എന്നാ ചോദിക്കുക. ഇതിങ്ങനെ കാൽപ്പനികവൽക്കരിച്ച് കാണുക എന്ന് പറയുന്ന സമൂഹത്തിന്റെ കണ്ണിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കുഞ്ഞുങ്ങൾ ഇന്നും ഇന്നലെയുമല്ല, ഈ പറയുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇന്നും ഇന്നലെയുമല്ല ക്രൈമിലേക്ക് വന്നിട്ടുള്ളത്. ആ ക്രൈമിലേക്ക് വരാനിടയായ സാഹചര്യം കുട്ടികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവരെ 18 വയസ്സിന് മുകളിലുള്ള ക്രിമിനലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അത്രയും കാലത്തെ അവരുടെ മാനസികാവസ്ഥയുടെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കും? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റ് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബൈഹാർട്ട് പഠിക്കുക എന്നത് മാത്രമല്ല എന്ന പ്രശ്നമുണ്ട്. ഇതിൽ അടിമുടി പരിഷ്കരണത്തിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ കഴിയില്ല. അല്ലാതെ ഇവരെ ഇങ്ങനെ ചാപ്പ കുത്തിവെക്കുക, ക്രിമിനലുകൾ എന്ന് പറയുക, അവർ ചെയ്യുന്ന ക്രൈം കണ്ട് അന്തം വിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ല. അത് ഈ പറയുന്ന പോലെ അടുത്ത ഇൻസ്റ്റഗ്രാം റീലായി വരിക എന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ കേസുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കൂടുതൽ വയലൻസ് കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ സഹായിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് അവരെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നോ അങ്ങനെ തന്നെ നമ്മളെയും ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. കേരളം ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ദിവസം നമ്മളുടെ മാത്രം റിപ്പോർട്ടറിൻ്റെ റൺഡൗണിൽ വന്ന ക്രൈം വാർത്തകളൊന്നെടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭയപ്പാടുണ്ടാവുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. ഞാൻ ചിലത് വായിക്കാം. KSRTC ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം നടത്തിയ 45 വയസ്സുകാരൻ പിടിയിൽ. ഉച്ചയ്ക്ക് വന്ന വാർത്തയാണ്. പൂനെയിൽ 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അയൽവാസിയായ 25 വയസ്സുകാരൻ പിടിയിൽ. ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ 12 വയസ്സുകാരൻ്റെ കണ്ണിൽ മുളകുവെള്ളമൊഴിച്ചു നഖത്തിൽ ഈർക്കിൽ കയറ്റി അച്ഛൻ്റെ ബന്ധുക്കൾ. ഉച്ചയോടുകൂടി വന്ന വാർത്തയാണ്. തൊടുപുഴയിൽ സഹപാഠികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് പരാതിപ്പെട്ട 19-കാരനെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളടക്കമുള്ള സഹപാഠികൾ ജനനേന്ദ്രിയം തകർത്തു. അതിന്ന് രാവിലെ വന്ന വാർത്തയാണ്. കൊല്ലത്ത് 4 വയസ്സുള്ള കുട്ടിക്ക് മുന്നിൽ ലൈംഗിക ചേഷ്ട കാട്ടിയ അച്ഛനെതിരെ പോസ്കോ ചുമത്താൻ ഇപ്പോൾ പോലീസ് തയ്യാറായി എന്നുള്ളത് ഇന്ന് വൈകുന്നേരം കൊല്ലത്തുനിന്ന് ജയശങ്കർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. തൊടുപുഴയിൽ അമ്മയെ തലക്കിടിച്ചു കൊന്ന 40-കാരനായ മകൻ ലഹരിക്കടിമയാണ് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. സംഭവം ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത്. നോക്കൂ, ഈ വാർത്തകളുടെ എല്ലാം തമ്മിൽ കണക്ഷൻ എന്ന് പറയുന്നത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ ഇവർ ചേർന്ന് കുട്ടികളെ ആക്രമിക്കുന്നതും കുട്ടികൾ തിരിച്ചാക്രമിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യത്തെ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അങ്ങനെ വേണം ആ പദപ്രയോഗം നടത്താൻ. നമ്മൾ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും ആ പദപ്രയോഗത്തെ അങ്ങനെയാണ്. സാധാരണ കുട്ടികളെ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അവരെ ക്രിമിനലുകളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, സാങ്കേതികമായി വിളിക്കാൻ കഴിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളെ നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിളിക്കേണ്ടത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. കാരണം അവർക്ക് നിയമത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് ഗ്രാസ്പ് ചെയ്യുന്നതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അവർ കുട്ടികളായിത്തീരുന്നത്. അതുകൊണ്ടാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ജുവനൈൽ ഡിലിൻക്വേറ്റ് എന്ന വാക്കായിരുന്നു. ആ വാക്കുപോലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ജുവനൈൽ ഡിലിൻക്വേറ്റ് എന്ന വാക്കിനു പകരമാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ 13 വയസ്സുകാരിയായ കുട്ടി ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോയാണ് നിയമത്തിൻ്റെ മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 2007 ബീഹാറിൽ നടന്ന ഒരു കൊലപാതകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 2007 ഒരു 8 വയസ്സുകാരനെ ബീഹാറിൽ അറസ്റ്റ് ചെയ്യുന്നു. അമർജീത് സാദ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ പ്രായം ഓർമ്മിക്കണം, 8 വയസ്സാണ്. 8 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നിലയിൽ 2ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി. ആ കുട്ടിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ആ കുട്ടി 3 കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന്, ആ കുട്ടിയുടെ സഹോദരിയെ, ആ കുട്ടിയുടെ കസിനെ, ആ അയൽപക്കത്തുള്ള ഒരു നെയ്ബറിൻ്റെ മകളെ. 3 കുറ്റകൃത്യങ്ങൾ, 3 കൊലപാതകങ്ങൾ നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആണ്. ഇയാളിപ്പോൾ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ 2016 ശേഷം ഇയാളെ പുറത്തുവിടുകയാണ്. കാരണം 18 വയസ്സ് പൂർത്തിയാവുന്നതോടുകൂടി ഇദ്ദേഹത്തെ പുറത്തുവിടുന്നു. അതിനുശേഷം അയാൾ മാന്യമായ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്.
അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും ഒരു ബ്രോക്കൺ ഫാമിലി സിസ്റ്റത്തിൽ നിന്നാണ് ഇയാൾ വരുന്നത്. കൃത്യമായ പേരൻ്റൽ കെയറിംഗ് ഇല്ലാതെ, സോഷ്യൽ കെയറിംഗ് ഇല്ലാതെ, വളരെ വലിയ രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിൽ വന്നു കയറിയ ഒരു ഈഗോയും കെയർ ഇല്ല എന്ന് പറയുന്നതുമൊക്കെ ആ കുട്ടിയെ വല്ലാത്ത തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് സിബ്ലിംഗ് റൈവൽറി ആയിട്ട് പല ചിത്രങ്ങളിലുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് ആദ്യം ഉണ്ടാവുന്നത് അവരുടെ ഒരു കെയർ കുറയുന്നു, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊരു കെയർ കുറയുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാരണവശാലും ഈ കുട്ടിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ തയ്യാറല്ല. നമ്മൾ ആരും തന്നെ തയ്യാറല്ല. കാരണം ആ കുട്ടി ഇപ്പോഴും ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചിലർ ചോദിക്കും, കുട്ടിയാണെങ്കിലും കയ്യിലിരിപ്പ് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നു. ഈ അഡൾട്ടിൻ്റെ കയ്യിലിരിപ്പ് കുട്ടിക്ക് പരിചിതമാകുന്നൊരു സാഹചര്യം ഒരുക്കിയ സമൂഹമാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എന്നാണ് ഞാൻ പറയുക. ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പുറത്തിറക്കിയ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ പറയുന്നത് 3 പ്രധാനപ്പെട്ട വൾണറബിളായ സാഹചര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത് എന്നാണ്. അതിലൊന്ന്, കോംപ്ലക്സ് ഇൻഫർമേഷൻ ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കാലമാണ്. കോംപ്ലക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. ഒരു പരിധിക്കപ്പുറം പലതും നമുക്കറിയത്തില്ലായിരുന്നു. ശരിയാണ്, കൂപമണ്ഡൂപം എന്നൊക്കെ വേണമെങ്കിൽ ഈ പുതിയ തലമുറയിലെ ആളുകൾ നമ്മളെ വിളിച്ച പുതിയ ജൻസിയൊക്കെ നമ്മളെ പറയില്ല, ഇപ്പോഴും അമ്മയ്ക്കൊന്നും അറിയില്ല, അച്ഛനൊന്നും അറിയില്ല എന്നാണ്. കാരണം നമുക്ക് അത്തരം ഇൻഫർമേഷൻ്റെ കോംപ്ലക്സിറ്റീസ് കുറവായിരുന്നു. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ചാനലുകൾ, ഒന്നിൽ സുഹൃത്തുക്കൾ, ഇല്ലെങ്കിൽ വരുന്ന വാരികകൾ, ഇല്ലെങ്കിൽ വരുന്ന ടെലിവിഷനിലെ വളരെ റെസ്ട്രിക്റ്റഡ് ആയ സീരിയലുകൾ, സീരീസുകൾ, റേഡിയോ നാടകങ്ങൾ, അല്ലേ? അതിനും അപ്പുറത്തേക്ക് ഇൻഫർമേഷൻ ചാനലുകൾ തന്നെ വളരെ കുറവായിരുന്നു. പക്ഷെ നോക്കൂ, ഇൻഫർമേഷൻ ചാനലുകൾ വരുന്നു. ആ ഇൻഫർമേഷൻ ചാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും തന്നെ സെൻസേർഡ് അല്ല എന്നുള്ളതാണ്. അഥവാ സെൻസറിങ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സിസ്റ്റം ഇല്ല. ഇന്ന് നോക്കൂ, തിയേറ്ററിൽ 13 വയസ്സ് കഴിയാത്ത ഒരു കുട്ടിയെ കയറ്റാത്ത തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമ വീട്ടിൽ ആ കുട്ടിക്ക് കാണാം. മാർക്കോ എന്ന് പറയുന്ന സിനിമ 5 വയസ്സുകാരനിരുന്ന് കാണുകയാണ്. ചോല എന്ന് പറയുന്ന ഒരു സിനിമ 5 വയസ്സുകാരനിരുന്ന് കാണുകയാണ്. സ്പൈഡർ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് കുട്ടികളെ നയിച്ചതെന്ന് പറയുന്നു. നിശ്ചയമായും സ്പൈഡർ എന്ന സിനിമ ഒരു അഡൾട്ട് കാറ്റഗറിയിൽപ്പെട്ട സിനിമയായിരിക്കാനാണ് സാധ്യത. ചുരുങ്ങിയ പക്ഷം 16+ എങ്കിലും ആയിരിക്കും. 16+ ഉള്ള സിനിമ എങ്ങനെയാണ് ആ കാലത്ത് 8 വയസ്സും 9 വയസ്സുമുള്ള കുട്ടികൾ കാണുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ഈ കുട്ടി ആ സിനിമ സീരീസ് കണ്ടിട്ടുണ്ടാവുക OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സിറ്റി ഓഫ് ഇൻഫർമേഷനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പലതരം ക്രൈമുകൾ വരുന്നു, പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഭാവങ്ങൾ സൃഷ്ടിക്കുന്നു. അത് മാത്രമല്ല, വളരെ മനോഹരമായ ഗ്രാഫിക്കൽ ലേഔട്ടിലാണ് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. ആ ക്രൈമെല്ലാം ചിത്രീകരിക്കുന്നതും ക്രൈം കൊണ്ടുവരുന്നതും എല്ലാം ആ ആകർഷണീയമായ രീതിയിലാണ്. ഇത് കുട്ടികളുടെ മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്നതാണ്. മൂന്നാമത്തേതാണ് അഡൾട്ട് എക്സ്പീരിയൻസ്. ഈ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരെ പോലെ ചിന്തിക്കാൻ ആവശ്യമായ അഡൾട്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാവുന്നു എന്നുള്ളതാണ്. ബാല്യത്തിൻ്റെതും കൗമാരത്തിൻ്റെതുമായ അനുഭവ പരിസരങ്ങളുണ്ട്. ആ അനുഭവ പരിസരത്തിൽ നിന്ന് വേണം ആ കുട്ടിയെ അങ്ങനെ തന്നെ കാണാൻ. അതുകൊണ്ടാണ് ബാല്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ സർവൈലൻസ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ പ്രൈവസിയും റൈറ്റിനെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ ഒരു പരിധിക്കും അപ്പുറത്തേക്ക് ആ കുട്ടി പോവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത്. അതാണ് മനഃശാസ്ത്രം പറയുന്നത്. ആ ബാല്യത്തിൻ്റെ സ്വഭാവം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ കൗമാരം ബാല്യത്തിലേക്ക് കയറി വന്നാൽ, യൗവനം കൗമാരത്തിലേക്ക് കയറി വന്നാലൊക്കെ ഈ താളം തെറ്റുന്ന ഋതുക്കളെ പോലെയാണ് എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. ഇവിടെയും ഈ കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു കണക്ക് പറയാം. ആ കണക്കിലാണ് എനിക്ക് ഭയമുള്ളത്. ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ ക്രൈം ബൈ ജുവനൈൽസ് എന്ന് പറയുന്നത്, അഥവാ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അവരേർപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. നോക്കൂ, 2020 ഏറ്റവും ഒടുവിൽ നമുക്ക് NCRBയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റ 2024 ഡാറ്റയാണ്. അതിൽ 34,878 ക്രൈം ബൈ ജുവനൈൽ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൊട്ട് വർഷത്തെ 2023 അപേക്ഷിച്ച് 11% വർധനമുണ്ട്. എന്നാൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമോ 1,87,000 കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിലുണ്ട്. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് 34,000 കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം 5% വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം 11% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇത് ഒരു അലാമിംഗ് ആയ സിറ്റുവേഷനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാവാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ബന്ധു പറയുന്നത് ഞാൻ കേട്ടു നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ. പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷമാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗം. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത്. നാട്ടുകാർക്കൊന്നും ഇവരെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഈ കുട്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ഈ കുട്ടി ജീവിച്ചിരുന്നത് വളരെ അൺസേഫായ, അൺപ്രൊട്ടക്റ്റഡായ ഒരു സിസ്റ്റത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മയുടെ അസാന്നിധ്യത്തിൽ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറി താമസിച്ച കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടി അവിടെ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ചെറുതല്ല. അതായത് ഇപ്പോൾ 13 വയസ്സുള്ള കുട്ടി, എനിക്ക് തോന്നുന്നത് ഒരു 7-8 വയസ്സ് മുതൽ തന്നെ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറി താമസിക്കുകയാണ്.
അവിടെയൊക്കെ വെച്ച് ഈ കുട്ടി നേരിട്ട അനുഭവങ്ങൾ, അതാണ് എക്സ്പോഷർ ടു അഡൾട്ട് എക്സ്പീരിയൻസ് എന്നുള്ളത്, ചെറുതായിരിക്കില്ല എന്നുള്ളത്. ഇത് കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കയറിയാണല്ലോ വരിക. ഒരു കുട്ടി പൂക്കളെക്കുറിച്ച് പഠിക്കേണ്ട സമയത്തിന് പകരം ആ കുട്ടിയുടെ ശരീരത്തെ കാമനയോടുകൂടി നോക്കുന്ന ഒരാളുടെ കൈ ഇറുക്കുന്ന അനുഭവമാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായ ആ കുട്ടിയിൽ നിന്ന് ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു പോകും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവിടെ ഇതാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. പലതവണ ഒളിച്ചോടിയിട്ടുണ്ട് ഈ കുട്ടി. പലതവണ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വീട്ടിലെ കംഫർട്ടബിളായ സിറ്റുവേഷനിൽ നിന്ന് ആണെങ്കിൽ ഒരു കുട്ടി ഒളിച്ചോടേണ്ട സാഹചര്യമില്ല. ഒളിച്ചോടുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഒരു തവണ ഈ കുട്ടി മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചത്. വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് നമുക്കറിയില്ല അതിൻ്റെ വാസ്തവം എന്താണെന്ന്. കാരണം ആ കുട്ടിയുടെ ഉറ്റ ബന്ധുക്കളാണ് ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത്. മോശം കൂട്ടുകെട്ടുകളിലേക്ക് ഈ കുട്ടി പോകുന്നത് തടയാൻ ശ്രമിച്ചു. പക്ഷെ തടയുന്നത് എങ്ങനെയാണ്? എപ്പോഴും നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. കാരണം അത്ര രീതിയിൽ വലിയ വിദ്യാഭ്യാസം സിദ്ധിക്കാത്ത രക്ഷിതാക്കളോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും. സ്വാഭാവികമായും അവരുടേതായ രീതിയിലായിരിക്കുമല്ലോ കുട്ടികളെ ശാസിക്കുക. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് വളരെ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കും. റിപ്പൾസീവായ ഒരു ആക്ഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതാണ് മുത്തശ്ശനോടുള്ള വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബന്ധുവിനോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം വിലക്കുന്നു എന്നുള്ളതാണ്. ഫോൺ അമിതമായിട്ടുള്ള ഉപഭോഗം വിലക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു ആൺകുട്ടിയുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു ഉറ്റ ബന്ധുവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പോലും ഈ കുട്ടി പറഞ്ഞതായിട്ടാണ്, ഈ കുട്ടിയുടെ സുഹൃത്ത് പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനൊരു കുറ്റകൃത്യത്തിലേക്ക് ഇവരെ നയിച്ചതിനു പിന്നിൽ ഇങ്ങനൊരു സാമൂഹിക സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സി രാധാകൃഷ്ണൻ കാൽപ്പനികമായ ആണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സമൂഹം നശിച്ചാൽ പിന്നെ ഒരു കുട്ടിയെ ആർക്കാണ് രക്ഷിക്കാനാവുക എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കാണ് ഒടുവിൽ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ഒന്നുകിൽ അമിതമായ പരിലാളന, അതല്ലെങ്കിൽ അപ്രത്യക്ഷമായ ലാളന. ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഒന്നുകിൽ ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചുരുങ്ങിയതോടുകൂടി, പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മ ഒക്കെ പറയും 7, 8, 12 ഉള്ള കാലത്ത് മൂന്നാമത്തെ നാലാമത്തെ ഒന്നും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും. കാരണം അവർ കൂട്ടത്തോടു കൂടി പോകും. അവനവിടെ വന്നിട്ടുണ്ടോ എന്ന് മാത്രം രാത്രിയിലൊരു കണക്കെടുപ്പായിരിക്കുമെന്ന് പറയും. അതും അപകടകരമാണ്. പക്ഷേ എന്നാൽ പോലും അന്ന് കുട്ടികൾ ലൈഫിനെ റിസ്കിനെയൊക്കെ നേരിടാൻ പഠിച്ചത് എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഇടയിൽ 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു കുടുംബം എന്ന നിലയിലേക്ക് വരുമ്പോൾ അമിതമായ പരിലാളനയുണ്ട്. ഇന്നും നമ്മൾ കേൾക്കുന്നൊരു വാചകമുണ്ട്. ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട പേരൻസ് പറയുന്നൊരു വാചകമുണ്ട്. ഒരു കുറവും അനുഭവിക്കാതെയാണ് അവനെ ഞാൻ വളർത്തിയത് എന്നാണ് പറയുക. ഒരു കുറവും നിശ്ചയമാണ് ആ കുട്ടി പരാജയമായിരിക്കും. ഒരു കുറവും അനുഭവിക്കാതെ ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു പേരൻ്റ് വളർത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ കുട്ടി ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കും. ആ കുട്ടിയുടെ തൊഴിലിൽ, ആ കുട്ടിയുടെ ദാമ്പത്യത്തിൽ, ആ കുട്ടിയുടെ ലൈഫിൽ. കാര്യം കുറവുകളും കുറ്റങ്ങളും ഒക്കെ കുട്ടിയെ മനസ്സിലാക്കിച്ചും പറഞ്ഞും വേണം പഠിപ്പിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ തവണ നമ്മൾ റോഡിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞ എല്ലാ സമ്മാനങ്ങളും ഒരുമിച്ചൊന്നും ആരും വാങ്ങി തന്നിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും എക്സ്ട്രീമാണ്. അമിതമായ പരിലാളനയും ലാളനയില്ലാത്ത ഒരു ബാല്യവും എന്ന് പറയുന്നതും രണ്ടും എക്സ്ട്രീമാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലൂടെ എങ്ങനെ ശാസ്ത്രീയമായി പോകാം എന്നുള്ളതിന് സമൂഹത്തിന് തന്നെ ഒരു കാഴ്ച ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഉണ്ടണം. ഈ കുട്ടി ഒരിക്കൽ പറഞ്ഞു അത്രേ, ഈ ഉറ്റ ബന്ധുവിൽ നിന്ന് പീഡനം ഉണ്ടാകുന്ന സമയത്ത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് പുറത്തറിയിക്കാതെ പോയി എന്നുള്ളതാണ്. ആണെങ്കിൽ സീരിയസ് ആയ ഒരു ഒഫൻസ് അതിനകത്തുണ്ട്. ഒരു പോക്സോ റിലേറ്റഡ് ആയ കേസ് ഇൻഫോം ചെയ്തിട്ടും ഈ കുട്ടിയെ അതേ സാഹചര്യത്തിൽ വളരെ അനുവദിച്ചത് എന്തുകൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാനില്ല. കാരണം ആ സാഹചര്യം എന്ന് പറയുന്നത് ആ കുട്ടിയെ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സാഹചര്യത്തെയാണ് നമ്മൾ റദ്ദാക്കേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കേരളം ഭയക്കണം എന്നുള്ളതാണ് എൻ്റെയും നിലപാട്. 4 പേരുടെയും അഭിപ്രായം അതുതന്നെ. Meet the editors.